ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നിഫ്റ്റിയിൽ നടന്നത് സെല്ലാണോ പുൾ ബാക്ക് എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അനാലിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ 3-4 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ഒന്ന്, നമ്മുടെ കറണ്ട് എക്കണോമിക് ആക്ടിവിറ്റിയുടെ സ്ട്രെങ്ത്. ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോ പറഞ്ഞു, GST കളക്ഷൻ ഹയസ്റ്റ് ആണ്. RBIയുടെ 2 ലക്ഷം കോടിക്ക് മുകളിലുള്ള ഡിവിഡൻഡ് സെൻട്രൽ ഗവൺമെൻറ് പോകുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ത്രൈവേവ് ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങളുകൊണ്ട് ത്രൈവേവാണ്. നാലാമത്തെ കാര്യം, ഇവേബിൾ ജനറേഷൻ 10.5 ക്രോസിന് മേളിൽ റെക്കോർഡ് ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്, സെയിൽസും മൂവ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, മൺസൂൺ ഒരാഴ്ച നേരത്തെ നോർത്ത് ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ എത്തി തുടങ്ങി. ആറാമത്തെ കാര്യം, കർഷകരുടെ ഇടയിൽ, ദാറ്റ് മീൻസ് റൂറൽ ഒരു സെഗ്മെൻ്റ് എന്ന് പറയാം. റൂറൽ സെഗ്മെൻറ്റിൽ നിന്നാണ് GDP ഇനി ഉയരാൻ കിടക്കേണ്ടത്. ആ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ മെയ്യിലെ ട്രാക്ടർ സെയിൽസ് ഡേറ്റ എടുത്താലേ ട്രാക്ടറിൻ്റെ സെയിൽ ഹയ്യസ്റ്റ് ആയിരുന്നു. ദാറ്റ് മീൻസ് ഫാമേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു കോൺഫിഡൻസ്, ഒരു എന്തൂസിയാസം ശരിക്കും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് എക്കണോമിക് ആക്ടിവിറ്റിയുടെ സ്ട്രെങ്ത്തിനെ കാണിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വേൾഡ് മാർക്കറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വല്ലാതെ ഡൗൺ ആണ്. ഡൗ ജോൺസ് 2 ദിവസം കൊണ്ട് 1000 പോയിൻ്റ് ആണ് താഴെ പോയിരിക്കുന്നത്. S&P 500 3 ദിവസം കൊണ്ട് 110 പോയിന്റ് പ്ലസ് ആണ് താഴെ പോയിരിക്കുന്നത്. US മാർക്കറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. നാസ്ഡാക്ക് 4 ദിവസം കൊണ്ട് പോയത് സംതികരണം 900 പോയിന്റ് മേളിലാണ് ആ കറക്ഷൻ വന്നിരിക്കുന്നത്. സെല്ലാണെന്ന് ഇതുവരെ പറയാൻ സാധിച്ചിട്ടുള്ള കാര്യം, എല്ലാം പുൾ ബാക്ക് സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ സെല്ലാകണമെങ്കിൽ പുൾ ബാക്ക് സോണിൽ നിന്നും താഴെ പോയിട്ട് പ്രീവിയസ് സ്വിംഗ് ലോ കട്ട് ചെയ്ത് താഴെ പോകണം. ശരിക്കും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല സോഫാർ. അപ്പോൾ ഇത് സംഭവിക്കാനുള്ള വലിയൊരു കാര്യമുണ്ട്. കാര്യം, ജിയോ പൊളിറ്റിക്കൽ ടെൻഷനിൽ പുതിയൊരു എപ്പിസോഡ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ US ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ആഴ്ച ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. കാരണം ചൈനയിലേക്ക് ചിപ്പ് മാനുഫാക്ചറിങ് മെഷീൻ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ ക്ലാമ്പ് ഡൗൺ ചെയ്യാമെന്നുള്ള ഒരു പോളിസിയിലേക്ക് നീങ്ങുകയാണ്. ഇതിനോടൊപ്പം തന്നെ ബ്ലൂംബർഗുമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ ട്രംപ് ഓൾറെഡി തൈവാനോട് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് US തൈവാന് കൊടുക്കുന്നതിന് ട്രംപ് ഓൾറെഡി പൈസ ചോദിച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് എനിക്ക് തരാൻ പറ്റില്ല, യു ഹാവ് ടു പേ ദ മണി എന്നുള്ള കാര്യം. സോ ഈ 2 ഇഷ്യൂവിൻ്റെ പുറത്താണ് ആദ്യം തൈവാനീസ് ചിപ്പ് മാനുഫാക്ചറിന് ജെയിൻറ്റിൻ്റെ ഷെയർ 11% ഒരു 3 ദിവസം മുമ്പ് ഓപ്പണിംഗ് സെഷനിൽ തന്നെ US താഴെ പോയത്. അവിടെ നിന്നാണ് ടെക് സ്റ്റോക്സിൻ്റെ ഒരു ഒരു ഡൗൺഫാൾ തുടങ്ങിയത്. അതിനോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ കണ്ടല്ലേ, US വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അക്രോസ് വേൾഡിൽ അതിൻ്റെ ബഗ് വന്നതിന് ശേഷം അത് കൂടുതൽ നാസ്ഡാക്കിലെ സ്റ്റോക്കുകളെ, ടെക് സ്റ്റോക്കിനെ കൂടുതലായിട്ട് വായിച്ചു. അത് നാച്ചുറലി S&P 500ലേക്കും ഡൗ ജോൺസിലേക്കും സ്പ്രെഡ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറി വന്ന മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഒരു കുലുക്കം വന്നാൽ പോലും അത് അക്രോസ് വേൾഡ് അതിനെ സീരിയസ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു അലയാണ് നമ്മൾ ഇന്നലെയും നമ്മുടെ നിഫ്റ്റിയിൽ നമ്മൾ കാണാൻ സാധിച്ചത്. നിഫ്റ്റിയിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള 2 കമ്പനികളാണ് റിലയൻസും HDFC ബാങ്കും. റിലയൻസിൻ്റെ റിസൾട്ട് ഇന്നലെയാണ് ഡിക്ലെയർ ചെയ്തത്. റിസൾട്ട് വീക്കാണ്, നെറ്റ് പ്രോഫിറ്റൊക്കെ വീക്കായി എന്നുള്ളതാണ് റിസൾട്ടിലെ ഏറ്റവും വലിയ നെഗറ്റീവ് പാർട്ട്. സോ റിലയൻസിനും HDFC ബാങ്കിനും തീർച്ചയായും നിഫ്റ്റിയെ മുകളിലേക്ക് താഴേക്കും കൊണ്ടുപോകാനായിട്ടുള്ള വെയിറ്റേജ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രീംലി കോഷ്യസും ആകേണ്ടതുണ്ട്. അപ്പം ഞാൻ ആദ്യമേ എടുത്തു പറയുന്നു, നിഫ്റ്റിയിൽ ഇന്നലെ സംഭവിച്ചത് സെൽ അല്ല, പുൾ ബാക്ക് മാത്രമാണ്. എന്തുകൊണ്ടാണ് പുൾ ബാക്ക് മാത്രമാണെന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം, ഇന്നലത്തെ ക്യാൻഡിൽ അനാലിസിസാണ് ഞാൻ പറയുന്നത്. അടുത്ത ആഴ്ച എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ 2 രീതിയിൽ അനലൈസ് ചെയ്യണം. ഒന്ന് ചാർട്ട് വെച്ച് അനലൈസ് ചെയ്യണം, 2 ഡേറ്റ് വെച്ച് അനലൈസ് ചെയ്യണം. ചാർട്ട് അനാലിസിസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നിഫ്റ്റി 50യുടെ ചാർട്ടാണുള്ളത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിഫ്റ്റി 50 ബ്രേക്കൗട്ട് കൊടുത്ത ലെവൽ ഇതാണ്. ഫ്രൈഡേ, അതായത് ജൂലൈ 12-ാം തീയതി. കുറച്ചുകൂടെ ഞാൻ അടുപ്പിച്ച് വയ്ക്കാം. ദാറ്റ് മീൻസ് ഇതാണ് ബ്രേക്കൗട്ട് സോൺ, റീടെസ്റ്റ് സോൺ എന്ന് പറയും. ഇതാണ് ബ്രേക്കൗട്ട് സോൺ. സോ ഈ ബ്രേക്കൗട്ട് കൊടുത്തിട്ടാണ് നിഫ്റ്റി 50 കയറിപ്പോയത്. ഇതാണ് ബ്രേക്കൗട്ട് സോൺ. സോ നമുക്ക് നോട്ട് ചെയ്യാം. ഇത് ബ്രേക്കൗട്ട് സോൺ ആണെങ്കിൽ നിഫ്റ്റി 50യുടെ സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഈ റെഡ് ക്യാൻഡിലിലെ ലോയാണ്. ഇതാണ് സ്വിംഗ് ലോ. സോ സ്വിംഗ് ലോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എക്സ് അറ്റ് എ ലോവസ്റ്റ് പോയിൻറ്റ്, ഈ ക്യാൻഡിൽ ലോവസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 24,141.80. 24,141.80 ആണ് സ്വിംഗ് ലോ. നിഫ്റ്റി 50 ബ്രേക്കൗട്ട് കൊടുത്ത് കയറിപ്പോയി തിരിച്ച് നിഫ്റ്റി 50 റീടെസ്റ്റ് സോൺ എന്ന് പറയും. സാധാരണ ബ്രേക്കൗട്ട് കൊടുത്താൽ ഒരു പരിധിവരെയൊക്കെ സ്റ്റോക്കുകൾ പൊതുവേ റീടെസ്റ്റ് സോണിൽ വന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞൊന്നും നിയമമൊന്നുമില്ല, പക്ഷേ വന്നുകൊണ്ടൊരു കുഴപ്പമില്ല. ഈ റീടെസ്റ്റ് സോൺ മാത്രമല്ല, നിഫ്റ്റി 50 വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഈ ലോ തന്നെ റീടെസ്റ്റ് ചെയ്താൽ, ലോ മീൻസ് 24,141 തന്നെ റീടെസ്റ്റ് ചെയ്താലും നിഫ്റ്റി 50യുടെ സ്ട്രക്ചറിൽ ഒരു കുഴപ്പവും വരില്ല. ഇവിടം വരെ റീടെസ്റ്റ് ചെയ്യാം.
റിട്ടെസ്റ്റ് എന്ന് വെച്ചാൽ ചില കേസിൽ ഇതിന് താഴെ വന്നതിന് ശേഷം ക്യാൻഡിൽ ക്ലോസിങ്, ദാറ്റ് മീൻസ് 3:30 ക്ലോസ് ചെയ്യുന്നത് 24,141 മേളിലായാൽ മതി. മനസ്സിലായോ? ഇതിൻ്റെ താഴെ വരെ വന്നിട്ട് ഈ ലോയുടെ താഴെ വരെ വന്നിട്ട് അന്ന് വൈകുന്നേരം ക്ലോസിങ് വന്നിട്ട് 24,141 മേളിലായാൽ തന്നെ എന്താ പറയണ്ടേ, അതും സ്വിംഗ് ലോ, ആ സ്വിംഗ് ലോയിൽ ടച്ച് ചെയ്യുമെന്ന് പറയാം. ദാറ്റ് മീൻസ് റീടെസ്റ്റ് തന്നെയാണ് നിഫ്റ്റി 50 സ്ട്രക്ചറിന് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. റീടെസ്റ്റ് ഇവിടെ വരെയൊക്കെ പോകാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അറ്റ് പ്രസൻറ്റ് നിഫ്റ്റി 50 പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതൊരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണെന്ന് പറയാം. ഈ ക്യാൻഡിലും എൻഗൾഫ് ചെയ്ത് വന്ന ക്യാൻഡിലാണെന്ന് പറയാം. ഈ ക്യാൻഡിലെ ക്ലോസിങ് താഴെയാണെന്നൊക്കെ പറയാൻ ആ ഒരു വീക്ക്നെസ് ഒക്കെ പറയാമെങ്കിലും സ്ട്രക്ചറിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പം നിഫ്റ്റി 50 സംഭവിച്ചിട്ടില്ല. ഇനി എങ്ങനെയാണ് നിഫ്റ്റി 50യിൽ വീക്ക്നെസ് വരാൻ സാധ്യത? വീക്ക്നെസ് എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ക്യാൻഡിൽ ഇറങ്ങിയിട്ട് ശേഷം തിരിച്ചൊന്ന് കയറാൻ ശ്രമിച്ചു. കയറിയതിന് ശേഷം എന്താ സംഭവിച്ചത്? ഈ ഒരു ഹൈ ടച്ച് ചെയ്യാതെ വീണ്ടും താഴത്തേക്ക് ഇറങ്ങിയാൽ മനസ്സിലാക്കണം, ഇവിടെ ഒരു ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഫസ്റ്റ് വീക്ക്നെസ് ആണ്. അതിനുശേഷം തിരിച്ചു വന്ന് വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതാണ് വീണ്ടും ലോ ഹൈ ക്രിയേഷൻ വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഈ ലോയെ കട്ട് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ ക്ലിയർ വീക്ക്നെസ് ആണ്. മനസ്സിലായി? ഇവിടെ നേരെ വരും ദിവസങ്ങളിൽ ക്യാൻഡിൽ വന്നിട്ട് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം തിരിച്ച് വീണ്ടും വന്നിട്ട് ഒരു പക്ഷേ വീണ്ടും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തേക്കാം. അതിനുശേഷം നേരെ വന്നിട്ട് ഈ ലോ 24,141.80 ലോയുടെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ക്ലിയർ വീക്ക്നെസ്. അതുവരെ വീക്ക്നെസ് നിഫ്റ്റിയിൽ സോഫാർ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിൽ വെച്ച് പരിശോധിച്ചാൽ ദർ ഇസ് നോ വീക്ക്നെസ്. ക്യാൻഡിൽ തിരിച്ചു വന്നിരിക്കുന്നത് ശരിക്കും റിട്ടെസ്റ്റ് സോണിലാണ്. ആ റിട്ടെസ്റ്റ് സോണിൽ മൂവിങ് ആവറേജ് 10ൻ്റെ സപ്പോർട്ടുണ്ട്. ഇവിടെ മൂവിങ് ആവറേജ് 10ൻ്റെ സപ്പോർട്ട്, 10 ആണ്, മൂവിങ് ആവറേജ് 10 ആണിത്. അതിൻ്റെ സപ്പോർട്ടിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ദാറ്റ് മീൻസ് മൂവിങ് ആവറേജ് 10ൻ്റെ സപ്പോർട്ടിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം നിഫ്റ്റി നിൽക്കുന്നത് റിട്ടെസ്റ്റ് സോണിലാണ്. അതുകൊണ്ട് തന്നെ വീക്ക്നെസ് എന്ന് ആസ് പെർ ഫ്രൈഡേ ക്യാൻഡിൽ വെച്ച് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. നമുക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഒബ്സർവ് ചെയ്യുക എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. സോ ആസ് പെർ ഇന്നലത്തെ ക്യാൻഡിൽ വെച്ച് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, വീക്ക്നെസ് ഇതുവരെ പ്രകടമായിട്ടില്ല. ഇന്നലത്തെ ക്യാൻഡിൽ ബെയറിഷ് എൻഗൾഫിംഗ് ആണെങ്കിൽ പോലും വീക്ക്നെസ് പ്രകടമായിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നലത്തെ ക്യാൻഡിലെ ഹൈ, അതായത് 24,854 എന്ന് പറയുന്ന ആ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ടും ഇന്നലത്തെ ക്യാൻഡിൽ ലോ എന്ന് പറയുന്നത് 24,508.15 ഒരു പക്ഷേ അതൊരു സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഓരോ ലെവൽസും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം ശരിക്കും. അപ്പോൾ നിഫ്റ്റി 50യുടെ അവസ്ഥ ഇതാണ്. ഇനി നമുക്ക് CNS 500 നോക്കാം. സോ നമ്മുടെ മുന്നിൽ CNS 500 ചാർട്ടാണ്. നമ്മൾ ചാർട്ടൊന്ന് നോക്കൂ നിങ്ങൾ. CNS 500 ചാർട്ടിൽ നമ്മൾ ഒരു സ്ലൈറ്റ് ഒരു വീക്ക്നെസ് കണ്ടു ശരിക്കും. നോക്കുക, ഈ ലെവലിലേക്ക് ക്യാൻഡിൽ വന്നില്ല. CNS 500ൽ സ്ലൈറ്റ് വീക്ക്നെസ് കണ്ടോ. തിരിച്ച് എന്താ പറയുക, ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് ഒന്ന് താഴെ വന്നതിന് ശേഷം ആ ലെവലിലേക്ക് ക്യാൻഡിൽ കയറിപ്പോയില്ല. ഇവിടെ ഒരു സ്ലൈറ്റ് വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്ട്രക്ചർ വീക്കായിട്ടില്ല. സ്ട്രക്ചർ വീക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയണ്ടേ, അത് ശരിക്കും ഈ ക്യാൻഡിലെ ലോ എന്ന് പറയുന്നത് ഇതാണ്. ഈ ലോ എന്ന് പറയുന്നത് ശരിക്കും 22,685 ആണ്. അത് ഈ താഴെ വന്നതിന് ശേഷം 22,865 കട്ട് ചെയ്തതിന് ശേഷം താഴെ ക്ലോസ് ചെയ്യണം. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇത് ഒരു ലോ ആദ്യം ക്രിയേറ്റ് ചെയ്തു, തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ലോവർ ലോ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്കറിയില്ല. വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം തിരിച്ച് ഈ ക്യാൻഡലിൻ്റെ ഇതിൻ്റെ താഴെയുള്ള ഈ ക്യാൻഡൽ ലോയുടെ താഴെ ഈ സാധനം ക്ലോസ് ചെയ്താലാണ് ക്ലിയർ വീക്ക്നെസ് വരുള്ളൂ. പക്ഷേ ഇപ്പോൾ വീക്ക്നെസ് ഉണ്ട്. കാര്യം ഹൈ കഴിഞ്ഞിട്ട് ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒറ്റ ക്യാൻഡലാണ് വന്നത്. ഒറ്റ ക്യാൻഡിൽ നമുക്ക് ക്യാൻഡിൽ ആക്സസ് ചെയ്യാൻ ഉള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ വരും ദിവസങ്ങളിലെ ക്യാൻഡിൽ ഇതിന് താഴെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ലോവർ ഹൈ കൺഫർമേഷൻ വന്നു. അതിനുശേഷം കൺഫർമേഷൻ വരേണ്ടത് ലോവർ ലോയ്ക്കാണ്. ലോവർ ലോ കൺഫർമേഷൻ കാർഡ് വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പൊതുവേ സ്വിംഗ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ്, സ്വിംഗ് ലോ വളരെ സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ ഏത് സ്റ്റോക്കിലും ഏത് സെക്ടറിലും എപ്പോഴും ഉണ്ട്. നമ്മുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. മിഡ് ക്യാപ്പും നമുക്കൊന്ന് പരിശോധിക്കാം. മിഡ് ക്യാപ്പിലും ഈ ഒരു സോണാണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയത്. ഈ സോൺ ബ്രേക്ക് ഔട്ട് ചെയ്താണ് നേരെ മേളിൽ കയറി പോയത്. സോ ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം എന്താ പറയേണ്ടത്? തിരിച്ചു കണ്ടോ, ഈ ക്യാൻഡിലിൻ്റെ ലോയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതാണ് സ്വിംഗ് ലോ. ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് 55,727 അതിനടുത്ത് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പൊതുവേ ഈ ഒരു ലെവൽ സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ സ്ട്രോങ് ആണ് ശരിക്കും. ഇതാണ് ലെവൽ ശരിക്കും. ഒരു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം
ഒരു ബൗൺസ് ചെയ്ത് പോകുമോ ഇല്ലെന്ന് ആൾക്കാരെ നമുക്ക് ഒബ്സർവ് ചെയ്യണം. പക്ഷേ പോകാനുള്ള സാധ്യതകൾ സ്വിംഗ് ലോ ആയതുകൊണ്ട് തന്നെ സ്വിംഗ് ലോ ടോപ്പ് സപ്പോർട്ടോടുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. ഇവിടെ ലോവർ ഹൈ ക്രിയേഷൻ വന്നിട്ടില്ല. നമ്മൾ സീനസ് ഫൈനലിൽ കണ്ട കണക്ക് ലോവർ ഹൈ ക്രിയേഷൻ വന്നിട്ടില്ല. ഒരുപക്ഷെ നേരെ ഇവിടെ വന്ന് ചിലപ്പോൾ താഴെ വയ്ക്കുന്ന ടെസ്റ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുകളിലായിരിക്കാം. അതിന് ശേഷം മേ ബി ഒരു എന്താ പറയുക ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും വന്നിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങനെയൊക്കെ പോയേക്കാം. നമുക്കറിയില്ല എങ്ങനെ പോകുന്നു എന്നുള്ളത്. പക്ഷേ ഓരോ ലെവൽസിലും ഓരോ മൂവ്മെൻറ്റും നമ്മളെ സംബന്ധിച്ച് തരുന്ന ഇൻ്റർപ്രിട്ടേഷൻ വ്യത്യസ്തമാണ്. വിൽ വെയിറ്റ് ആൻഡ് സീ. നമ്മുടെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്. നമ്മൾ ഇൻഡെക്സ് ഒന്ന് ചെക്ക് ചെയ്യും സ്മോൾ ക്യാപ്പിൻ്റെ. സോ ഇൻഡെക്സ് ചെക്ക് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഈ ലെവലിൽ സ്റ്റോക്ക് എന്താ പറയേണ്ടത് ബ്രേക്കൗട്ട് കൊടുക്കാൻ ഫെയിലുവറായി. ബ്രേക്കൗട്ട് ഫെയിലുവർ ക്യാൻഡിലാണ്. അതിനുശേഷം തിരിച്ച് താഴെ വന്നു. ഏത് ലെവലിൽ നിന്നാണ് ബ്രേക്കൗട്ട് ചെയ്ത് പോയത് ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ് ബ്രേക്കൗട്ട് ചെയ്ത് പോയ ലെവൽ. ഈ ലെവലിൽ നിന്നാണ് ബ്രേക്കൗട്ട് ചെയ്ത് പോയത്. ഈ ലെവലിൽ ബ്രേക്കൗട്ട് ചെയ്ത് പോകുമ്പോൾ തിരിച്ച് താഴെ വരുമ്പോൾ തിരിച്ച് കയറുവാണ് എങ്കിൽ അവിടെ വലിയൊരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. ആ സോൺ എന്ന് പറയുന്നത് ഇതാണ് സോൺ. ദിസ് വിൽ ആക്ട് എസ് എ സ്ട്രോങ് റെസിസ്റ്റൻസ് സോൺ. ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്റ്റുള്ള സാധ്യതകളുണ്ട് തിരിച്ച് കയറാൻ നേരത്ത്. ഇവിടെ സ്വിംഗ് ലോ ഏതാണ്? സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഇവിടെ ഇത് ഈ റെഡ് ക്യാൻഡലിൻ്റെ ലോയാണ് സ്വിംഗ് ലോ. ദാറ്റ് മീൻസ് ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് 17,967 17,967 സ്വിംഗ് ലോ കിടക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എന്താ സംഭവിച്ച ബ്രേക്കൗട്ട് ഫെയിൽവറായിട്ട് തിരിച്ച് താഴെ വന്നിട്ട് പ്രീവിയസ് ബ്രേക്കൗട്ട് സോണിൽ റീടെസ്റ്റ് ലെവലിൽ കിടക്കുകയാണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ വീക്ക്നെസ് എന്ന് വെച്ചാൽ EMA 10-നും താഴെ പോയി, EMA 20-ക്കും താഴെ പോയി. ശരിക്കും ആ ഒരു വീക്ക്നെസ് ഇതിൻ്റെ ഉണ്ട്. ഇനി ദാറ്റ് മീൻസ് ഈ ക്യാൻഡിൽ ഇനി വരും ദിവസത്തിലെ ക്യാൻഡിൽ സപ്പോസ് ഇറങ്ങി വരുവാണെങ്കിലും അത് ഈ സ്വിംഗ് ലോയുടെ ലോ ലെവൽ 17,967 താഴെ ക്ലോസ് ചെയ്യാൻ പാടില്ല. ആ ലെവലൊക്കെ കടയിന് ശേഷം ആ ദിവസത്തെ ക്ലോസിങ് 17,967 മേളിൽ ക്ലോസ് ചെയ്യുമെങ്കിൽ ആ ലോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ സാധിക്കും. ഇനി വരും ദിവസങ്ങളിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നേരെ ദാറ്റ് റീടെസ്റ്റ് കിടന്ന ഇൻഡെക്സ് നേരെ എന്താ പറയണ്ടേ തിരിച്ചത് കയറാൻ ശ്രമിക്കുവാണെങ്കിൽ ദിസ് വൺ വിൽ ആക്ട് എസ് എ സ്ട്രോങ് റെസിസ്റ്റൻസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് സപ്പോർട്ട് സോണാണ്. അതാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ലോ പൊളാരിറ്റി ഇവിടെ ഒന്നൊന്ന് ഹിറ്റ് ചെയ്തിട്ട് താഴെ പോവുകയാണെങ്കിൽ മനസ്സിലാക്കണം സ്റ്റോക്ക് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് സ്റ്റോക്കിൻ്റെ ഹയർ ഹൈ. ഇവിടെ ഒന്ന് താഴെ പോവുകയാണെങ്കിൽ ലോവർ ഹൈ ക്രിയേറ്റ് എന്ന് ഈ ലെവലിൽ ഒന്ന് താഴെ പോകണമെങ്കിൽ ലോവർ ഹൈ ക്രിയേറ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ഇൻഡെക്സ് നേരെ താഴെ വരുവാണ്. താഴെ വന്നതിന് ശേഷം ഈ ലെവലിൽ ഇൻഡെക്സ് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും താഴെ വരുവാണ്. വീണ്ടും താഴെ വരുമ്പോൾ ഈ ലോയുടെ താഴെ ഒരു ഭാര്യ ആ ദിവസം മാനേജ് ചെയ്യുമെന്ന് വിചാരിക്കുക. തിരിച്ച് വീണ്ടും കയറാൻ നേരത്ത് ഈ ലെവൽ ദാറ്റ് മീൻസ് നേരത്തെ സപ്പോർട്ട് എടുത്ത ലെവൽ അത് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആ ലെവൽ ആക്റ്റീവാണ് എങ്കിൽ തിരിച്ച് കയറുമ്പോൾ പക്ഷേ ഇവിടെ മൂന്നാമത്തെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ സ്ട്രക്ചർ കൊളാപ്സ് ആണുള്ള സാധ്യതകളുണ്ട്. സ്ട്രക്ചർ കൊളാപ്സ് എന്ന് വെച്ചാൽ ഈ സ്വിംഗ് ലോയുടെ താഴെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് നമ്മൾ പറയുന്നത്. ഇത് സാധ്യതകൾ മാത്രമാണ്. എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇനി സപ്പോസ് ഇൻഡെക്സ് തിരിച്ച് കയറുവാണെന്ന് വയ്ക്കുക. ഇൻഡെക്സ് ഇവിടെ നിന്ന് തിരിച്ച് കയറിയിട്ട് ഇൻഡെക്സ് ഇവിടെ ചെന്നിട്ട് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴെ വരാതെ ഇൻഡെക്സ് അവിടെ തന്നെ ഒരു ബിൽഡപ്പ് കിടക്കുകയാണെന്ന് വയ്ക്കുക. ആ ബിൽഡപ്പ് കിടക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻഡെക്സ് ഈസ് ട്രൈങ് ടു റീഗെയിൻ ദി സ്ട്രെങ്ത് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ ഇൻഡെക്സ് സഹായിച്ചാൽ ഈ ഒരു ബ്രേക്കേഴ്സിനെ കട്ട് ചെയ്ത് പോലുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാർട്ട് അനാലിസിസ് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? സിമ്പിൾ പുൾ ബാക്കാണ്, സെല്ലല്ല. ഇനി അടുത്ത അനാലിസിസ് എന്ത് വെച്ചാണ്? ഡേറ്റ വെച്ചാണ്. ഇന്നലത്തെ ഡേറ്റയാണ്. ഇന്നലെ ഈവനിങ് ക്ലോസിംഗ് കഴിഞ്ഞിട്ട് NSEയിൽ വന്ന ഡേറ്റയാണ്. FPIs and DIs trading activity on NSE for the date 19th July. DIs കാറ്റഗറി നമ്മൾ നോക്കിയാൽ ബൈ വാല്യൂ 15,051 കോടിയാണ്, സെൽ വാല്യൂ 15,512 കോടിയാണ്. ദാറ്റ് മീൻസ് നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് -461 കോടിയാണ്. FIs ഇന്നലത്തെ ഡേറ്റിൽ അവരുടെ ബൈ വാല്യൂ എന്ന് പറയുന്നത് 15,892 കോടിയാണ്, സെൽ വാല്യൂ 14,356 കോടിയാണ്. നെറ്റ് എന്ന് പറയുന്നത് +1,506 കോടിയാണ്. ദാറ്റ് മീൻസ് DIസിൻ്റെ നെറ്റ് -461 കോടി, FIസിൻ്റെ നെറ്റ് +1,500 കോടിയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരാണ് പാനിക്കായിട്ട് ഇന്നലെ മാർക്കറ്റിൽ വിറ്റെന്നുള്ളത് ഒറ്റ ചോദ്യചിഹ്നം മാത്രമേ ഉള്ളൂ. കാര്യം എന്താ വെച്ചാൽ ചാർട്ട് പ്രകാരം ഡേറ്റ പ്രകാരം നിഫ്റ്റി പുൾ ബാക്കിലാണ് ഇന്നലത്തെ ക്യാൻഡിൽ വെച്ച്, ഇന്നലത്തെ ഡേറ്റ് വെച്ച്. അടുത്ത ആഴ്ചത്തെ കാര്യം നമുക്ക് അടുത്ത ആഴ്ച തീർച്ചയായും അടുത്ത ആഴ്ച നമുക്ക്
മാർക്കറ്റ് നോക്കിയാൽ ഒബ്സർവ് ചെയ്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഞാൻ എടുത്ത് പറയുന്നു, അനാലിസിസ് ഇപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഡേറ്റയായിട്ടും ചാർട്ടുമായിട്ടും ക്ലബ് ചെയ്ത് വേണം നമ്മൾ ഇൻഫ്ലുവൻസിൽ എത്താനായിട്ട്. നെക്സ്റ്റ് വീക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് മുൻവിധികളൊന്നും വേണ്ട. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയണ്ടേ, ഒരു ഔട്ട് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്കിലാണെങ്കിൽ, എക്സലൻറ്റ് ഫണ്ട് ഓഫ് പെർഫോമൻസ് ഉള്ള സ്റ്റോക്കിലാണെങ്കിൽ, എക്സലൻറ്റ് ഏണിങ്സ് ക്ലാരിറ്റി ഉള്ള സ്റ്റോക്കിലാണെങ്കിൽ, വിത്ത് ജസ്റ്റിഫൈഡ് വാല്യുവേഷൻ ആണെങ്കിൽ, ദെൻ നമുക്കിതെല്ലാം കണ്ട് റിലാക്സ് ചെയ്യാം.